ആളുടെ സംസാരത്തിൽ സന്തോഷവും പരിഹാസവും കലർന്നിരുന്നു. അതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചവൾ ബെഡിൻ്റെ ഒരറ്റത്തിരുന്നു വായിൽ വന്ന ഒരു നുണക്കതങ്ങ് പറയാൻ തുടങ്ങി. ഞാൻ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിലായിരുന്നു. പപ്പയ്ക്ക് അവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ജോലി. എൻ്റെ ജനനത്തോടെ എൻ്റെ മമ്മി മരിച്ചുപോയി. പിന്നെ പപ്പയായിരുന്നു എന്നെ വളർത്തിയത്. എനിക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചു. അത്രയ്ക്കും സ്നേഹത്തോടെ ഒരു കുറവും അറിയിക്കാതെയാണ് പപ്പ എന്നെ വളർത്തിയത്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഒരു കാര്യത്തിനും പപ്പയോട് വാശി പിടിച്ചിരുന്നില്ല. പപ്പയുടെ ഇഷ്ടം അതായിരുന്നു എൻ്റെയും ഇഷ്ടം. എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. അങ്ങനെ എല്ലാം പപ്പ ഒറ്റയ്ക്ക് ചെയ്തു. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പപ്പയുടെ ഒരു കൂട്ടുകാരന് വേണ്ടി സ്വന്തം റിസ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് പപ്പയ്ക്ക് പരിചയമുള്ള ഒരു പലിശ പണക്കാരിൽ നിന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പപ്പയ്ക്ക് അക്കാര്യത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അയാൾ കരഞ്ഞു പറഞ്ഞപ്പോൾ പപ്പയുടെ മനസ്സലിഞ്ഞു. 1 വർഷം കൊണ്ട് തിരിച്ചടച്ചോളാം എന്നായിരുന്നു അഗ്രിമെൻറ്റ്. പക്ഷേ ഈ എമൗണ്ട് കയ്യിൽ കിട്ടിയതും ആൾ പണവും കൊണ്ട് സ്ഥലം വിട്ടു. അയാൾ മുങ്ങിയ കാര്യം പപ്പ അറിഞ്ഞിരുന്നില്ല. നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും ആൾ പണം തിരിച്ചടച്ചില്ല എന്ന് മാത്രമല്ല, ആളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. അതോടെ ഫുൾ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും അടക്കം തിരികെ കൊടുക്കേണ്ടത് പപ്പയുടെ ഉത്തരവാദിത്തമായി. 30 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ 1 മാസം കൊണ്ട് പപ്പയോട് അവർ തിരിച്ചടക്കാൻ പറഞ്ഞത്. പപ്പയ്ക്കാണെങ്കിൽ കാര്യമായി സേവിങ്സും ഇല്ലായിരുന്നു. ആകെയുള്ള സമ്പാദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലാറ്റ് മാത്രമായിരുന്നു. പരിചയമുള്ള ആളാണെങ്കിൽ പോലും ആ ബ്ലേഡുകാരൻ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അയാളുടെ മകനാണ് ഈ ക്രിസ്റ്റി. അയാൾ പിന്നെ പറയുകയേ വേണ്ട. തല്ലാനും കൊല്ലാനും മടിയില്ലാത്തവൻ. അവൻ ഞങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തി. ഒടുവിൽ പപ്പ അവിടുത്തെ ഫ്ലാറ്റ് വിറ്റു. പക്ഷേ 25 ലക്ഷം രൂപയെ അതിന് കിട്ടിയുള്ളൂ. ഒരു പഴയ ഫ്ലാറ്റായിരുന്നു. അതുമല്ല, ടൗണിലൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചത്ര പണം കിട്ടിയില്ല. അതുമായി ഞാനും പപ്പയും അയാളെ കാണാൻ പോയി. ബാക്കി 1 വർഷം കൂടി തിരിച്ചടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ആ ക്രിസ്റ്റി കേട്ടില്ല. അന്ന് തന്നെ തിരിച്ചടക്കണം എന്ന് അയാൾ വാശി പിടിച്ചു. ഇല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. പപ്പ കുറേ പറഞ്ഞു നോക്കി. അവസാനം ക്രിസ്റ്റി പപ്പയ്ക്കൊരു ഓഫർ നൽകി. എന്നെ അവന് കല്യാണം കഴിച്ചു കൊടുത്താൽ ഒരൊറ്റ പൈസ പോലും ഞങ്ങൾ കൊടുക്കേണ്ടെന്ന്. ആൻ പറഞ്ഞു നിർത്തി. വാവ്, ഇൻട്രസ്റ്റിംഗ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്നിട്ട് ബാക്കി പറയും. ബാക്കി എന്ത് പറയാൻ? ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നശിപ്പിച്ചു. നിനക്ക് അവനെങ്കിൽ കെട്ടിയാൽ പോരായിരുന്നോ? എങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നോ? നിന്റെ പപ്പയെ വയസ്സാം കാലത്ത് പോലീസ് സ്റ്റേഷനിൽ മറ്റും കയറ്റണമായിരുന്നു. പിന്നെ നിനക്ക് നല്ല ചുള്ളം പയ്യനെ കിട്ടുമായിരുന്നില്ലേ? അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ബോളിവുഡ് സ്റ്റാർസ് പോലും അവൻ്റെ പിറകെ നിൽക്കേണ്ടി വരും. ഒരു ചുള്ളൻ. എന്തൊരു മസിലാവന്. അല്ല, അവന് എന്ത് കണ്ടിട്ടാണ് നിന്നെ കെട്ടണം എന്ന് പറഞ്ഞത്? അവന് കാഴ്ചയ്ക്ക് നല്ല തകരാറുണ്ട്, അതുറപ്പാണ്. ദേവൻ്റെ കളിയാക്കലുകൾ അവന് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അന്നേരം അവളെ ദേഷ്യം ഉള്ളിലൊതുക്കി പറഞ്ഞു, അയാളെ കെട്ടുന്നതിനേക്കാളും ഭേദം ഒരു കുപ്പി വിഷം കഴിച്ച ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതാണ്. എന്നിട്ട് എന്തു പറ്റി? വിഷം വാങ്ങിക്കാൻ കാശില്ലായിരുന്നോ? അതോ വാങ്ങിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? കഷ്ടമായിപ്പോയി. തമാശ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സന്ദർഭം നോക്കിയിട്ട് വേണം പറയാൻ. ആൻ ഉള്ളിലെ നീരസം പ്രകടിപ്പിച്ചു. അതിനാര് തമാശ പറഞ്ഞു? ഞാൻ കാര്യം പറഞ്ഞതാ. അതൊക്കെ കഴിഞ്ഞില്ലേ, പോട്ടെ. ബാക്കി പറ. ബാക്കി എന്ത് പറയാൻ? അവനൊരു തെമ്മാടിയാണ്. കള്ളു കുടിക്കും, വലിക്കും, കഞ്ചാവടിക്കും, അടിയുണ്ടാക്കും. ഇവനെയൊക്കെ ആര് കെട്ടാനാ? അപ്പോൾ നീ എന്നെ കെട്ടിയതോ? ഈ പറഞ്ഞ സാധനമൊക്കെയും എൻ്റെയും വീക്ക്നെസ്സാണ്. ദേവൻ അവളെ നോക്കി പറഞ്ഞു. ശരി, ഇതൊക്കെ നിങ്ങളുടെ വീക്ക്നെസ് ആയിരിക്കാം. പെണ്ണുങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് ആണോ? ദിവസം ഓരോ പെൺപിള്ളേരെ മാറി മാറി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീക്ക്നെസ് ആണോ? പെണ്ണുങ്ങൾക്ക് വിലയിടുന്നത് നിങ്ങളുടെ വീക്ക്നെസ് ആണോ? അല്ല, ഒരിക്കലുമല്ല. എനിക്കറിയാവുന്ന ദേവനാരായണയെ കഞ്ചാവ് പിടിക്കില്ല, പെണ്ണും പിടിക്കില്ല. ബാക്കിയൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം. ആൻ മുഖം കൂട്ടി പറഞ്ഞതും ദേവിൻ്റെ ഉള്ളിൽ പുഞ്ചിരി വിരിഞ്ഞു. എനിക്കും അയാൾ വിലയിട്ടു. ഒറ്റ ദിവസത്തേക്ക് 5 ലക്ഷം രൂപ. ഒരു ദിവസം അവൻ പറയുന്നിടത്ത് പോയാൽ ബാക്കി 5 ലക്ഷം രൂപ കൊടുക്കേണ്ടെന്ന്. അന്നേരം എൻ്റെ ഈ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ എന്നെയും പപ്പയും വിടാതെ പിന്തുടർന്നു. ഞങ്ങൾ കൊടുത്ത പണവും അവർ കയ്യിൽ വെച്ച ശേഷം ഞങ്ങൾ 1 രൂപ പോലും കൊടുത്തില്ലെന്ന് വരുത്തി തീർത്തു. എന്നെ ഓർത്ത് പപ്പ ജീവിതം അവസാനിപ്പിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആരും അറിയാതെ അവിടെ നിന്ന് എല്ലാം വിട്ട് ഇങ്ങോട്ട് പോന്നു. ആരുടെയും ശല്യമില്ലാതെ ഇത്രയും നാൾ ജീവിച്ചതാ. ഇനിയിപ്പോൾ ഞങ്ങളെ ഇവിടെ കണ്ടാൽ അയാൾ ഞങ്ങളെ കൊല്ലും. അതാണ് ഞാൻ അയാളെ കാണാതെ മറഞ്ഞു നിന്നത്. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ നനവ് പടർന്നിരുന്നു. അവൾ പറഞ്ഞത് മുഴുവനും നുണക്കതായിരുന്നില്ല, ചിലതൊക്കെ ഉള്ളതായിരുന്നു. അവൾ ബാക്കി പറഞ്ഞത് കേട്ടതും ദേവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ക്രിസ്റ്റി അവനെ നന്നായി അറിയാം. അവൻ്റെ സ്വഭാവവും അതറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അവളെ ചുമ്മാ വട്ടിപിടിപ്പിച്ചത്. അവളുടെ സ്റ്റോറി പറച്ചിൽ കേട്ടപ്പോൾ ഉള്ളതാണോ എന്ന കാര്യത്തിൽ അവന് അത്രയ്ക്കങ്ങ് വിശ്വാസം പോരായിരുന്നു. പക്ഷെ അവസാനം പറഞ്ഞത് ചിലതൊക്കെ സത്യമാണെന്ന് അവന് തോന്നി. അവളുടെ കണ്ണ് നിറഞ്ഞത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു.
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ചെയ്തത് തന്നെയാ ശരി. അവനായിട്ട് പൊട്ടിക്കേണ്ടത് തന്നെയാണ്. ഞാനായിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കില്ല. ഞാൻ നിന്നെ സഹായിക്കാം. അവൻ്റെ കണ്ണിൽ പെടാത്ത സ്ഥലത്ത് ഞാൻ നിന്നെയും പപ്പയെ എത്തിക്കാം. അവിടെ വേണ്ട സൗകര്യവും ചെയ്തു തരാം. പകരം നീ എനിക്ക് തരേണ്ടത് എന്താണെന്നറിയോ? ദേവൻ പറഞ്ഞു നിർത്തി. ഡിവോഴ്സ് അല്ലേ? ആൻ പറഞ്ഞത് കേട്ടതും ദേവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അതെ, അതിൻ്റെ കൂടെ എനിക്ക് നീ ചില സഹായങ്ങൾ കൂടി ചെയ്തു തരണം. ആനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പറഞ്ഞോളൂ, ഞാൻ അനുസരിച്ചോളാം. ഇന്നു മുതൽ കുറച്ച് ദിവസം നിന്റെ താമസം ഈ മുറിയിലായിരിക്കും. അതിൻ്റെ കൂടെ മുത്തശ്ശിയെ ബോധിപ്പിക്കാൻ നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് തോന്നിപ്പിക്കും വിധം അഭിനയിക്കണം. മുത്തശ്ശിയെ പറ്റാവുന്നത്ര വേഗത്തിൽ ഹാപ്പിയാക്കി അവിടെ നിന്ന് പറഞ്ഞയക്കണം. തൊട്ടടുത്ത ദിവസം നിനക്കും പപ്പയ്ക്കും എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തിക്കും. പിന്നീട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. പിന്നീട് മുത്തശ്ശിയെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. അവൻ പറയാൻ പോകുന്നത് ഇവിടെ നിന്ന് പോകുന്ന കാര്യമാണെന്ന് നേരത്തെ അവൾക്ക് അറിയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ സ്നേഹം അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും വിഷമം തോന്നി. അതിനെ അഭിനയിക്കാൻ എന്തിരിക്കുന്നു, ഞാൻ അങ്ങ് ജീവിച്ചാൽ പോരെ എന്നും മനസ്സിൽ പറഞ്ഞവൾ മങ്ങിയ മുഖത്തോടെ സമ്മതം അറിയിച്ചു. അത് മനസ്സിലായ ദേവൻ പറഞ്ഞു, നീ കരുതും അവസരം മുതലാക്കിയതാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് നീ വിചാരിക്കണ പോലെ നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. നിന്നെ എന്നില്ല ഒരു പെണ്ണും ഇനിൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. വെറുതെ എന്തിനാ നിൻ്റെ സുന്ദരമായ ജീവിതം എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് തീർക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. അത് മറ്റെവിടെയും കിട്ടില്ല എന്നറിയാം. പക്ഷെ എനിക്ക് നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചേ പറ്റൂ. കാരണം പപ്പയെ കൊലക്ക് കൊടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് എനിക്ക് സമ്മതമാണ്. എന്നാൽ ഇപ്പം തന്നെ ഡ്യൂട്ടി തുടങ്ങിയേക്കാം എന്നും പറഞ്ഞ് അവൾ സോഫയുടെ അരികിലേക്ക് നടന്നു. അത് വേണ്ട, നമുക്ക് ബെഡിൽ തന്നെ കിടക്കാം. എന്നെ പൂർണ്ണമായും വിശ്വാസമാണെങ്കിൽ ആൻ ഇവിടെ കിടക്കാം എന്നും പറഞ്ഞവൻ അവളെ ബെഡിലേക്ക് ക്ഷണിച്ചു. കൂടുതൽ ചിന്തിച്ച് സമയം കളയാതെ ആനും ബെഡിന് ഒരു വശത്ത് ചരിഞ്ഞു കിടന്നു. രണ്ടുപേരും പരസ്പരം മുഖം തിരിച്ചു ചരിഞ്ഞു കിടന്നു. എൻ്റെ മാതാവേ, ഞാൻ പറഞ്ഞത് നുണയാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണൂ. ഇനിയിപ്പോൾ അതും മനസ്സിൽ വെച്ച് പക തീർക്കൂ. ആൻ ഓരോന്നും ചിന്തിച്ചു കൂട്ടി കണ്ണടച്ച് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞു. ആനിൻ്റെ ഒരനക്കവും കേൾക്കാത്തത് കൊണ്ടാണ് ദേവ് തിരിഞ്ഞു നോക്കിയത്. അപ്പോഴും അവൾ മുഖം തിരിഞ്ഞ് ചരിഞ്ഞു കിടപ്പുണ്ട്. കണങ്കാല് വരെ നീളമുള്ള സ്കേർട്ടും ഷോർട്ട് ടോപ്പും ആയിരുന്നു അവൾ വേഷം. ഒന്ന് കൈ പൊക്കിയാൽ വയറ് മുഴുവനും കാണും. ദേവൻ അവളുടെ വേഷം മുഴുവൻ കണ്ണോടിച്ചു. അതേസമയം അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ അവൾ മലർന്നു കിടന്നു. അന്നേരം അവൾ ഉറക്കത്തിൽ തന്നെ കൈയെടുത്ത് മുഖത്ത് കണ്ണിന് മേലെയായി വെച്ചു. അതോടെ അവളുടെ വയറും നാഭിച്ചുഴിയും നല്ല പോലെ കാണാമെന്നായി. ആ ബെസ്റ്റ്. വേലയിൽ കിടന്ന പാമ്പിനെ എടുത്തോളത്ത് വെച്ച അവസ്ഥയായല്ലോ ദൈവമേ. ഇതും കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ നേരം വെളുപ്പിക്കും? അവളിൽ നിന്നും പെട്ടെന്ന് നോട്ടം മാറ്റി തലവഴി പുതപ്പ് കൊണ്ട് മൂടി അവനും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ ദേവൻ എഴുന്നേൽക്കുമ്പോഴും ആനിൻ്റെ കോലം അതിനേക്കാളും കഷ്ടമായിരുന്നു. അവളുടെ ആ പഞ്ഞി പോലുള്ള വെളുത്ത വയറിലും നാഭിച്ചുഴിയിലും അനുസരണയില്ലാതെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. എത്ര നോക്കേണ്ടെന്ന് കരുതിയാലും അറിയാതെ നോട്ടം അങ്ങോട്ട് തന്നെ എത്തുന്നു. തലകൊടഞ്ഞ് നോട്ടം മാറ്റി എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി. അവൾ കിടക്കുന്നിടത്തേക്ക് നോട്ടം എത്താതിരിക്കാൻ അവൻ നന്നേ പാടുപെട്ടു. കൂടുതൽ നേരം അവിടെ നിൽക്കാതെ മുറിവിട്ടിറങ്ങി. ജോഗിങ് കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴേക്കും ആൻ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നിരുന്നു. അവൻ മുറിയിലേക്ക് വരുന്നത് കണ്ടിട്ടാവണം ആൻ പുഞ്ചിരി മുഖത്ത് വരുത്തി കോഫിയുമായി മുറിയിലേക്ക് വന്നു. കോഫി സിപ്പ് ചെയ്യാൻ തുടങ്ങി. അതവളിൽ ചെറിയ വിഷമമുണ്ടാക്കി. അവൻ മനഃപൂർവ്വം നോക്കാഞ്ഞതാണ്. അവളെ കാണുമ്പോൾ മുന്നിൽ തെളിയുന്നത് അവളുടെ വയറാണ്. അറിയാതെ നോട്ടം അങ്ങോട്ടെത്തിയാൽ അവൾ എന്ത് കരുതും? പെണ്ണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത് അതുപോലുള്ളത് മറ്റൊരു ഡ്രസ്സാണ്. ഞാൻ അവളുടെ കിറ്റൂനാണെന്ന് പറയാം. പക്ഷെ രണ്ടാണുങ്ങൾ കൂടി ഇടയ്ക്കിടെ കയറിയിറങ്ങുന്ന വീടാണ്. ഇവളോട് ഇതെങ്ങനെ പറയും? പിന്നെ രണ്ടും കൽപ്പിച്ച് അവളോട് പറയാൻ തീരുമാനിച്ചു. അന്നേരം അവൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ആൻ ഒന്ന് നിന്നേ. എന്താ? വിളി കേട്ടു ആൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ വാർഡ്രോബിലുള്ള ഡ്രസ്സൊക്കെ നിനക്കാണ്. ഇന്നലെ വാങ്ങിയ ഡ്രസ്സാണ് അതൊക്കെയും. ഇനി കോളേജിൽ പോകുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് പോയാൽ മതി. ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില പിഴവുകൾ മതി ബാക്കിയുള്ളവർക്ക് കണ്ട് രസിക്കാൻ. ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാം. ഇന്നലെ നിന്റെ അരികിൽ വന്നിരുന്ന കൂട്ടുകാരനില്ലേ, അവൻ്റെ നോട്ടം തീരെ ശരിയല്ലായിരുന്നു. ഞാൻ കുറേ നേരം നിങ്ങളെ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങോട്ട് കയറി വന്നത്. അവൻ നിന്റെ അരികിൽ ഇരിക്കുമ്പോഴും അവൻ്റെ നോട്ടം പോയിരുന്നതേ. ബാക്കി പറയാതെ ദീപൊന്ന് നിർത്തി. നീ അന്നേരം അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നല്ല ബെസ്റ്റ് ഫ്രണ്ട്. എനിക്കന്നേരം അവനിട്ടൊന്ന് പൊട്ടിക്കാൻ അറിയാനിട്ടില്ല. അതിൻ്റെ പേരിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും. നീ പോയി വിശദമായി അവൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ രാത്രി ഉറങ്ങാൻ നേരവും വീട്ടിലും ദയവ് ചെയ്ത് ഇതുപോലെ ഡ്രസ്സിട്ട് വരരുത്. അവൾ ഇതൊക്കെ കേട്ട് കിളി പോയി നിൽക്കുവാണ്. ഈ ഡ്രസ്സിന് എന്താ ഒരു കുഴപ്പം? ദേഹം കവറാവുന്നുണ്ടല്ലോ.
മോളിങ് വന്നേ. ദേവൻ വിളിക്കുന്നത് കേട്ടിട്ടേ ആൻ സംശയത്തോടെ അവനരികിൽ വന്നു നിന്നു. എന്താ? ആ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് 2 കൈയും പൊക്കി വെച്ച് ഒന്ന് നോക്കിക്കേ എന്നും പറഞ്ഞവൻ ഫ്രഷ് ആവാനായി പോയി. അവൻ പോയതും ആനന്ദ് ചെറുതായി ബൾബ് കത്തിയെങ്കിലും ഒന്ന് നോക്കിയേക്കാം എന്ന് കരുതി അവൻ പറഞ്ഞതുപോലെ ചെയ്തു. വയറും പൊക്കിൽ ചുഴിയും അനാവൃതമായതും ആനിൻ്റെ കണ്ണ് മിഴഞ്ഞു വന്നു. അയ്യേ എന്നും പറഞ്ഞവൻ പെട്ടെന്ന് കൈ താഴ്ത്തി ബെഡിൽ പോയിരുന്നു. ആകെ നാണക്കേടായി. ഇനി എങ്ങനെ ആ മുഖത്തേക്ക് നോക്കും? ആൻ നഖം കടിച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. വാഷ്റൂമിൻ്റെ ഡോറും തുറന്ന് പുറത്തു വന്ന ദേവിന് ആനിൻ്റെ ഇരിപ്പ് കണ്ട് ചിരി വന്നു. ചിരി കടിച്ചു പിടിച്ചു അവളുടെ അരികിൽ വന്ന് പറഞ്ഞു, ഹലോ, എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിരുന്നു. അത് കേട്ടതും അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതെ, ഇന്നലെ രാത്രിയെ ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല കേട്ടോ. ഇന്നും എൻ്റെ ഉറക്കം കളയോ? അത് കേട്ടതും അവൾക്ക് ചമ്മൽ തോന്നി. ഹലോ, ഒന്ന് നിൽക്കടോ. ഇത്രയും നേരമായിട്ട് നീ റെഡിയായില്ലല്ലോ. പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഇനി മുതലേ പോക്കും വരവും എൻ്റെ കൂടെയാണ്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് റെഡി ആയിക്കോളൂ, ഞാൻ മറ്റേ റൂമിൽ പോയിക്കോളാം എന്നും പറഞ്ഞവൻ മുറി വിട്ടിറങ്ങി. വാതിക്കൽ എത്തിയതും ദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു, പെട്ടെന്ന് വാ, നമുക്ക് അഭിനയം ഇപ്പോൾ തന്നെ തുടങ്ങിയേക്കാം. ഞാൻ താഴെ കാണും, ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം എന്നും പറഞ്ഞ് ദേവൻ ഡോറും അടച്ച് പുറത്തിറങ്ങി. അവൻ പോയതും അവളുടെ മുഖം മങ്ങി. അഭിനയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ സ്നേഹമൊക്കെയോ? ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ എന്നവൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഇരുവരും മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. മുത്തശ്ശി തങ്ങളുടെ പോക്ക് നോക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കി ദേവൻ ആനിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു നടക്കാൻ തുടങ്ങി. അതെ, ശരീരത്തിൽ തൊട്ടുള്ള അഭിനയമൊന്നും വേണ്ട കേട്ടോ. ഇടി മുത്തശ്ശി നമ്മൾ അകത്ത് നിന്ന് നോക്കുന്നുണ്ടാവും. നമ്മളുടേത് ശരിക്കുള്ള സ്നേഹമാണോ എന്ന് പുള്ളിക്കാർക്ക് സംശയം കാണും. അതുകൊണ്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണേലേ. ഇതുകൊണ്ട് മാത്രമായില്ല, റൊമാൻസിൻ്റെ ഹൈ ലെവൽ വരെ നമ്മൾ ചെയ്യേണ്ടി വരും. ഈ ഹൈ ലെവൽ എന്ന് വെച്ചാൽ അവനെ ഒന്ന് നോക്കി ചോദിച്ചു. ചിലപ്പോൾ ഫ്രഞ്ചൊക്കെ അടിക്കേണ്ടി വരും. ഫ്രഞ്ചോ? ആനിൻ്റെ കണ്ണ് മിഴഞ്ഞു വന്നു. അതൊന്നും പറ്റില്ല. മുത്തശ്ശി വിശ്വസിപ്പിക്കണേൽ അതൊക്കെ ചെയ്തേ പറ്റൂ. എനിക്ക് മുത്തശ്ശിയെ പെട്ടെന്ന് വിശ്വസിപ്പിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതുവരെയെങ്കിലും നിങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ആണോ? എന്നാൽ പോവാൻ നേരം എൻ്റെ വലിയൊരു ഫോട്ടോ ഫ്രെയിം ഇട്ട് തരുന്നുണ്ട്. നിനക്ക് അവിടെ പോയിട്ട് എന്നും നോക്കിയിരിക്കാമല്ലോ. എനിക്ക് മുത്തശ്ശിയെ പറഞ്ഞയച്ചേ പറ്റൂ. അതിന് ഞാൻ എന്തും ചെയ്യും, എന്തും. അപ്പോൾ അഭിനയിക്കുമ്പോൾ അതൊക്കെ ആവാം. ശരിക്കും സ്നേഹിക്കാൻ മാത്രം പറ്റില്ലല്ലേ? ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി എന്നെ ഉമ്മ വെക്കണ്ട, അല്ലാതെയുള്ള അഭിനയമൊക്കെ മതി. അപ്പോൾ ശരിക്കും ഉമ്മ തന്നാൽ കുഴപ്പമില്ല എന്നർത്ഥം. എന്നാൽ ഇപ്പം തരട്ടെ. അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ടവൻ കാതോരം ചോദിച്ചതും അവൾ അവനെ നോക്കി ഉമിനീരിറക്കി. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഉമ്മ വെക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ തന്നോളൂ. അപ്പം നല്ല ആഗ്രഹമുണ്ടല്ലേ? പിന്നെ സ്വന്തം കെട്ടിയോനില്ലെന്ന് ഒരു ഉമ്മ ആഗ്രഹിക്കാത്ത ഭാര്യമാർ കാണോ? നീ ഇവിടെ വിട്ടു പോകുന്നതിന് മുൻപ് ഞാൻ തരുന്നുണ്ട് നല്ല ഒന്നാന്തരം ഉമ്മ, ജീവിതകാലം മുഴുവൻ എന്നെ ഓർത്തിരിക്കാനായി എന്നും പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറിയിരുന്നു. പിന്നാലെ ആനോ. വണ്ടിയിലിരിക്കുമ്പോഴും ആനിൻ്റെ കണ്ണുകൾ അവനിൽ മാത്രം ഒതുങ്ങി നിന്നു. അവനത് കണ്ടു എങ്കിലും മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. പതിവ് പോലെ കോളേജിലേക്ക് ഇറങ്ങിയതാണ് സെലിൻ. വഴിയിൽ വെച്ച് അവളുടെ വണ്ടി അവൾക്ക് പണി കൊടുത്തു. അന്നേരമാണ് ശിവൻ അതിലൂടെ പോകുന്നത്. അവളെ കണ്ടതും അവൻ വണ്ടി നിർത്തി. ഹലോ, എന്ത് പറ്റി? കണ്ടാൽ അറിഞ്ഞൂടെ, വണ്ടി പണി തന്നു. ഈ പാട്ട വണ്ടിയൊക്കെ മാറ്റി നല്ല ഒന്നാന്തരം വണ്ടി എടുത്തു തരാൻ കോശി മുതലാളിയോട് പറ. അങ്ങേരെ ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ടല്ലോ. എന്നിട്ടും അപ്പൻ്റെ ആക്രാന്തത്തിന് ഒരു കുറവുമില്ല. എൻ്റെ അപ്പൻ്റെ കയ്യിൽ സ്വത്തുണ്ടല്ലേ, അത് സ്വന്തമായി അധ്വാനിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ ഇയാളുടെ കുടുംബ സ്വത്തൊന്നും എൻ്റെ അപ്പൻ അടക്കി പിടിച്ചിട്ടില്ല. അധ്വാനം? പാവപ്പെട്ട മനുഷ്യനെ പറ്റിക്കുന്നതാണോ അധ്വാനം? ഞങ്ങളൊക്കെ അതിനെ കൈയിട്ട് വാരലെന്നാണ് പറയുന്നത്. ദേ, ഇയാൾ രാവിലെ തന്നെ എൻ്റെ അപ്പനെ കുറ്റം പറയാൻ ഇറങ്ങിയതാ. എന്താണെന്നറിയില്ല, കോശി മുതലാളി എങ്ങനെ വല്ലത് പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുകൊണ്ടല്ലോ, അതിനോളം സുഖം മറ്റൊന്നുമില്ല. ലൈഫ് ലോങ് ഈ മനസ്സുഖം കിട്ടാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കുവാ ഞാൻ. നിന്നെ ഞാനങ്ങ് കിട്ടിയാലോന്ന് വരെ ആലോചിക്കാതിരുന്നില്ല. അയ്യടാ, അതിനുവേണ്ടിയേ ചേട്ടൻ മനക്കോട്ട കെട്ടണ്ട. അയ്യോ, അല്ലേ ഞാനിപ്പോൾ നിന്നെ കെട്ടിയേനെ. ഒന്ന് പോടി കോഴിക്കുഞ്ഞേ. കയറ്, വേണേ ഞാനൊരു ലിഫ്റ്റ് തരാം. വേണ്ടായേ, കയറടോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സലീം ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടി അവിടെ കിടന്നോട്ടെ. എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അവർ വന്ന് നന്നാക്കിക്കോളൂ. കൂടുതൽ ആലോചിച്ച് നിന്നാൽ കോളേജിലെത്താൻ വൈകും എന്നോർത്ത് അവൾ ശിവൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്നു. പിടിച്ചിരുന്നോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ആദ്യമായിട്ടൊന്നുമില്ല ബൈക്കിലിരിക്കുന്നത്. ഇയാൾ വാചകമടിച്ച് സമയം കളയാതെ വണ്ടിയെടുക്ക്. അത് കേട്ടതും ശിവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ചു. അവൻ്റെ പോക്ക് കണ്ടതും സെലിൻ പേടിച്ചു. കർത്താവേ, ഇയാളെന്താ ചാവാൻ പോകുവാണോ? പിന്നെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു.
ഇരുവരും ഒരുമിച്ച് പോകുന്നത് കോശിയുടെ ശിങ്കിടി കാണുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം അയാളത് കോശിയെ വിളിച്ച് പറയുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ കോളേജിലെത്തിയതും സെലീൻ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ വണ്ടിയിൽ നിന്നിറങ്ങി. ശേഷം അവനെ നോക്കി പറഞ്ഞു, താങ്ക്സ്. എന്തിനാണെന്നറിയോ, ജീവൻ ബാക്കിയുണ്ട്, അതിനാൽ ഇനി അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. കർത്താവെ, എങ്ങനെയുണ്ടോ മനുഷ്യന്മാർ എന്നും പറഞ്ഞ് ഒരൊറ്റ ഓട്ടായിരുന്നു. അത് കണ്ടതും ശിവന് ചിരി വന്നു പോയി. എൻ്റെ ചോര ഊറ്റിക്കഴിഞ്ഞു, ഇറങ്ങാം. കാതോരം ദേവന്റെ ശബ്ദം പതിഞ്ഞപ്പോഴാണ് ആൻ ദേവന്റെ മേലെയുള്ള നോട്ടം മാറ്റി സ്വബോധത്തിലേക്ക് വരുന്നത്. അവനെ നോക്കി ചമ്മിയ ചിരി പാസാക്കി അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. നല്ല ഒന്നാന്തരം കോഴിയാണല്ലോ, ദേവൻ പറഞ്ഞതും ആൻ മറ്റേ സൈഡിൽ കൂടി അവനരികിലെത്തി. അവൻ കേൾക്കാൻ പാകത്തിൽ അല്പം കുനിഞ്ഞു നിന്ന ശേഷം പറഞ്ഞു, ഭർത്താവിന് വായി നോക്കുന്നത് കോഴിത്തരാണെന്ന് ആര് പറഞ്ഞു? അതിന് മറ്റു പല പേരും പറയും. അതൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാനും താല്പര്യമില്ല. നിങ്ങൾ മുത്തശ്ശിയുടെ മുന്നിൽ അഭിനയിക്കുകയായിരിക്കും, പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. അറിയാതെ നിങ്ങൾ എൻ്റെ മനസ്സിൽ കയറിപ്പോയി. തിരുത്താൻ ഒരുപാട് തവണ നോക്കി, എന്നിട്ടും മനസ്സ് കേൾക്കണില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞവൾ നടന്നു നീങ്ങി. അവൾ പറഞ്ഞതൊക്കെയും ദേവൻ്റെ നെഞ്ചിൽ ചെറുതായി കൊണ്ടു. എന്ത് വന്നാലും തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന വിശ്വാസത്തോടെ അവൻ കോളേജിൽ നിന്ന് വണ്ടി തിരിച്ചുവിട്ടു. ഒരിടത്ത് ക്രിസ്റ്റിയും ശിവന്യയും തമ്മിൽ ഭയങ്കര പ്ലാനിങ്ങിലാണ്. ക്രിസ്റ്റി, ദേവിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? പഠിക്കുന്ന സമയത്ത് ഒരുപാട് പിറകെ നടന്നിട്ടാണ് അവൻ എൻ്റെ സ്നേഹം പോലും സ്വീകരിച്ചത്. അതും നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരിക്കെ നീ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ പ്രണയം നടിച്ച് വീഴ്ത്തിയത്. നിനക്കറിയോ ക്രിസ്റ്റി, മനസ്സുകൊണ്ട് അവനെന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് സത്യം. പക്ഷെ അപ്പോഴൊന്നും ഈ വിരൽ തുമ്പിൽ പോലും അവനെന്നെ തൊട്ടിട്ടില്ല. അങ്ങനെയുള്ള അവനെ ഇനി ഞാൻ ഈ ശരീരം വെച്ച് വീഴ്ത്തണമെന്നോ? നടക്കില്ല ക്രിസ്റ്റി. അവനിപ്പോൾ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. അവൾക്ക് മുന്നിലേ ഞാൻ വെറും വട്ടപൂജമാണ് ക്രിസ്റ്റി. അതുകൊണ്ട് ആ വഴിയിൽ അവനുമായി ഒരു ബന്ധവും നടക്കില്ല. ഈ ശിവ, നീ വിചാരിച്ചാൽ നടക്കാതെ ഒരു കാര്യമുണ്ടോ? നിന്നെ കൊണ്ടേ അതിന് പറ്റൂ. നീ നോക്കിക്കേ, നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കോസ്റ്റ്ലി ഡയമണ്ട് റിംഗ് എന്നും പറഞ്ഞ് അവളുടെ കൈവിരലിലേക്ക് ആ മോതിരം ഇട്ട് കൊടുത്തപ്പോൾ ശിവന്യയുടെ മുഖം വിടർന്നു. നിനക്കറിയാലോ, എനിക്ക് വേണ്ടത് അവൻ്റെ ആ ദേവർമടാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന അവൻ്റെ അച്ഛൻ്റെ ആ തറവാട്. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ അവന് മുന്നിലേക്ക് അയച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ അന്നൊന്നും നടന്നില്ല. ഇത്തവണ നമുക്കത് നേടിയെടുക്കണം. എന്നിട്ട് നമ്മുടെ കല്യാണം. നീ ഇത് എത്ര വർഷമായി ക്രിസ്റ്റി പറയുന്നു? ഇത്തവണ നീ എന്നെ കെട്ടിയേ പറ്റൂ. കെട്ടും, ഉറപ്പായും കെട്ടും. ആദ്യം നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു തരാൻ നോക്ക്. അത് നടന്നാൽ നീയാണ് സിയാർ പാലസിലെ രാജ്ഞി. അതും പറഞ്ഞ് ക്രിസ്റ്റി ശിവനിയെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് മറിഞ്ഞു. ശിവന്യയുടെ ഉള്ളം അത് കേട്ട് സന്തോഷിച്ചു. ഏറെ വൈകാതെ ഇരുവരുടെയും ശരീരങ്ങൾ തമ്മിൽ ഒന്നായി. വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയായിരുന്നു ആൻ. അന്നേരമാണ് ദേവൻ കാറ്റ് പോലെ വന്ന് ആനിൻ്റെ കൈ പിടിച്ച് തൊട്ടടുത്ത കോമൺ ബാൽക്കണിയിൽ എത്തിയത്. ശേഷം അവളെ ഇറുകെ പുണർന്നു. ദേവേട്ട, എന്തായത്? വിട്ട് വിട്ട് ഈ മുത്തശ്ശി ഇങ്ങോട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരി കാര്യമായി CID പണിക്ക് ഇറങ്ങിയതാണ്. ഒന്നും അറിയാത്ത പോലെ ഉറപ്പായും ഇതിലൂടെ വരും. നോക്കിക്കോ, ഞാനൊന്ന് പൊലിപ്പിക്കാൻ പോകുക, നീ ഏറ്റുപിടിച്ചേക്കണം. ദേവൻ അതും പറഞ്ഞതും ആനൊന്ന് മൂളി. അപ്പോഴേക്കും മുത്തശ്ശി സ്റ്റെയർ കയറി ബാൽക്കണിയോട് ചേർന്നുള്ള ഹാളിലെത്തി. ഇരുവരെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടതും മുത്തശ്ശിയുടെ മുഖമൊന്ന് വിടർന്നു. തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് ഇരുവരെയും പ്രവർത്തി നോക്കിയേക്കാം എന്ന് കരുതി മുത്തശ്ശി മറഞ്ഞു നിന്നു. മുത്തശ്ശിയുടെ പ്രവർത്തികൾ മനസ്സിലാക്കിയ ദേവൻ ആനിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അന്ന കൊച്ചേ, എത്ര നേരമായിട്ട് ദേവേട്ടനെ ഒരു ഉമ്മ ചോദിക്കുന്നു, എന്നിട്ട് നീ തരുന്നില്ലല്ലേ? ദേവൻ ഉറക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആൻ പതുക്കെ പറഞ്ഞു, തരട്ടെ. എന്തോന്ന്? ദേവൻ തിരികെ പതിയെ ചോദിച്ചു. ഉമ്മ തരട്ടേന്ന്. കൊല്ലും ഞാൻ. ഇതല്ല ഇവിടെ നിൽക്കുന്ന ഡയലോഗ്, നീ ഉറക്കെ പറയണം. എന്താ ദേവേട്ടാ ഇത്? ഞാൻ പിന്നെ തരാന്ന്. ഓ അങ്ങനെ എന്നും പറഞ്ഞ് ഞാൻ ഉറക്കെ പറയാൻ തുടങ്ങി. ആദ്യം ദേവേട്ടൻ എനിക്കൊരു ഉമ്മ താ, എന്നാൽ ഞാൻ ഈ മുഖത്ത് 1000 ഉമ്മകൾ തന്നോളാം. ഇത് കേട്ട ദേവൻ, ചുളിവിൽ എൻ്റെ ഉമ്മ വാങ്ങിക്കാന്ന് കരുതിയല്ലേ? ദേവൻ അവളുടെ കാതിൽ പറഞ്ഞു. ആഹാ, അന്ന കൊച്ചിന് ഉമ്മ വേണോ? തരാലോ, എത്ര വേണമെങ്കിലും തരാം. നമുക്ക് ബെഡ്റൂമിൽ പോയിട്ട് ഉമ്മ വെച്ച് കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവളെ കൈകളിൽ കോരിയെടുത്തു. ഇത് കണ്ട മുത്തശ്ശി വേഗം അവർ കാണാതിരിക്കാൻ മറ്റൊരു മുറിയിൽ ഒളിഞ്ഞു നിന്നു. ആനിനെയും കൊണ്ട് ദേവൻ നേരെ ചെന്നത് ബെഡ്റൂമിലേക്കായിരുന്നു. കാലുകൊണ്ട് ഡോർ അടച്ചു അവളെ ബെഡിലേക്ക് ഒരിടലായിരുന്നു. എൻ്റെ നടുപോയി എന്നും പറഞ്ഞു അവൾ എഴുന്നേൽക്കാൻ നേരം ദേവൻ ഷർട്ടിൻ്റെ കൈയും മടക്കി അവളുടെ മേലെ അമർന്നു. എന്താ നിങ്ങൾ കാണിക്കുന്നത്? അഭിനയം മുത്തശ്ശിയുടെ മുന്നിൽ മാത്രം പോരെ, ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ? പതർച്ച മറച്ചു പിടിച്ച് ഞാൻ ചോദിച്ചു. ഉമ്മ വേണമെന്നല്ലേ നീ പറഞ്ഞത്? നിൻ്റെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു തന്നേക്കാന്ന് കരുതി എന്നും പറഞ്ഞ് അവൾക്ക് നേരെ മുഖം അടുപ്പിച്ചു.
അവൻ്റെ മുഖം താഴ്ന്നു വന്നതും അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ദേവേട്ട, അത് ഞാൻ വെറുതെ ഒരു തമാശക്ക്. എനിക്കത് തമാശയായി തോന്നിയില്ല. നിനക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇല്ലെന്ന് ഒന്ന് എഴുന്നേറ്റേ, ഞാൻ ഒച്ച വെക്കൂട്ടോ. എന്നാൽ ഒച്ച വെക്ക്, ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ മുഖം ഒന്നുകൂടി താഴ്ത്തി. സത്യമായിട്ട് ഒച്ച വെക്കുവേ? വെക്കെന്ന് ദേവൻ അവൾ പറഞ്ഞത് കാര്യമാക്കാതെ പറഞ്ഞു. അയ്യോ മുത്തശ്ശി, ഓടി വായോ, ഈ ദേവേട്ടൻ എന്നെ ഉറക്കെ വിളിച്ചു പോവാൻ തുടങ്ങി. ഡിഡി വായടക്ക്, നാണക്കേടാ. ഇല്ല എന്നും പറഞ്ഞ് അവൾ വീണ്ടും ഉറക്കെ വിളിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ദേവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൾ അവൻ്റെ കൈക്ക് നല്ലൊരു കടി കൊടുത്ത് പിടി അയച്ചു വീണ്ടും നിലവിളിച്ചു. അയ്യോ മുത്തശ്ശി! ദേവേട്ടൻ എന്നെ ബാക്കി പറയാൻ അനുവദിക്കാതെ തൊട്ടടുത്ത നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു.